നല്ല ഓഡിയൻസിൻ്റെ കൂടെ കാണണം. ഇങ്ങനെ ബഹളം വയ്ക്കൊന്നും ചെയ്യുന്ന ഓഡിയൻസിനോട് കണ്ടിട്ട് കാര്യമില്ല. BGM സൗണ്ട്സ് എല്ലാം പൊളിയാണ്. അടിപൊളി തന്നെ എന്ന് പറഞ്ഞാൽ രാഹുൽ സദാശിന്റെ ഒരു ഡിഫറെന്റ് പടം. മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഭയങ്കരമായിട്ട് വേണം. കാര്യം ഓരോ ലോക ഒരു പ്രത്യേക തരം ഒരു മൂവി. നല്ല ഇഷ്ടപ്പെട്ടത്. മേക്കിംഗ് വൈസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഭൂതകാലത്തിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ കഥയൊക്കെ നമുക്ക് ഒരു ഫീൽ ചെയ്യും. ബട്ട് ആക്ടിങ് വൈസ് ആൻഡ് മേക്കിംഗ് അടിപൊളിയാണ്. ക്ലൈമാക്സിൽ സാറ്റിസ്ഫൈഡ് ആണോ? ക്ലൈമാക്സ് എൻഡ് ചെയ്തതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? അടിപൊളിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. രാഹുൽ സദാശിവന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണോ? അങ്ങനെ യൂണിവേഴ്സായിട്ടൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. ചാൻസ് ഉണ്ടായിട്ട് ആണ് വെച്ചിട്ടുള്ളത്. സൗണ്ട് എഫക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സൗണ്ട് ആൻഡ് വിഷ്വൽസ് അടിപൊളിയാണ്. സൗണ്ട് നല്ല BGM നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓഡിയൻസ് നമ്മുടെ ഇൻഡസ്ട്രി കളയുന്ന രീതിക്ക് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഇപ്പം കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ഓഡിയൻസ് വരും. ചെറിയ ഉപകളുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. താങ്ക് യു. ഇത് നമ്മുടെ മുന്നേറാൻ രമയുഗം പോലെയല്ല, മറ്റേ ഭൂതകാലം പോലുള്ള ഒരു മൂടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എലമെന്റ്സ് എല്ലാം അടിപൊളിയാണ്. കൊള്ളാം. നല്ല ഓഡിയൻസിൻ്റെ കൂടെ കാണണം. ഇങ്ങനെ ബഹളം വയ്ക്കൊന്നും ചെയ്യുന്ന ഓഡിയൻസിനോട് കണ്ടിട്ട് കാര്യമില്ല. പേടിക്കണോ? ചെയ്തത് ഒന്ന് പ്രണവിൻ്റെ ആക്ടിങ് സൂപ്പർ. പിന്നെ ഡയറക്ടർ അറിയാലോ, എല്ലാ ഫിലിം ഏകദേശം സെയിമാണ്. പക്ഷേ പുതിയൊരു ചെയ്യുന്നതായിട്ടുണ്ട്. എന്നാലും കൊള്ളാം. ഹൊറർ എലമെന്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു നമ്മൾ ഹോളിവുഡ് ടൈപ്പ് പേടിച്ചു പോകും. നന്നായിട്ടുണ്ട്. BGM സൗണ്ട്സ് എല്ലാം പൊളിയാണ്. ഹൊറർ എലമെന്റ്സ് എങ്ങനെയുണ്ട്? കൊള്ളാം, കിടില. ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. അതേപോലെയല്ല, ഇത് വേറെ ടൈപ്പാണ്. പക്ഷെ കൊള്ളാം. എങ്ങനെയുണ്ട് പ്രണവ്? എങ്ങനെയുണ്ട്? അടിപൊളി, കിടില. ഇതുവരെ കണ്ടതിലും കിടില. അടിപൊളി തന്നെ എന്ന് പറഞ്ഞാൽ രാഹുൽ സദാശിന്റെ ഒരു ഡിഫറെന്റ് പടമാണ്. ഡിഫറെന്റ് കോൺസെപ്റ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ അടിപൊളി പടം. നൈസ് ഡയറക്ഷൻ ആണ്. പ്രണവിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എടുത്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്യായ പെർഫോമൻസ് അന്യായ BGM എല്ലാം ഉണ്ട്. ക്രിസ്റ്റോ സേവിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പണി വെച്ചിരിക്കുകയാണ് പടം. അത്രയ്ക്ക് അമ്മ ലെവലിൽ പടം എടുത്തിട്ട്. ഇതുവരെയായിട്ട് കാണാത്തൊരു പടവിനല്ലേ നമ്മൾ കാണുന്നത്? ഡിഫറെന്റ് അതായത് എടുത്തു പറയാനായിട്ടുള്ള മലയാളം ഇൻഡസ്ട്രിയിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം നമ്മളെ മലയാള സിനിമ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മളെ മലയാളികൾക്ക് ഏറെക്കുറെ നമുക്ക് എന്താ പറയുക, ആസ്വദിക്കാം എന്നുള്ളൊരു ഇത് എനിക്ക് പറയാനുള്ളത്. അത് നമ്മളെ മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഭയങ്കരമായിട്ട് വേണം. കാര്യം ഓരോ ലോക ഒരു പ്രത്യേക തരം ഒരു മൂവിയാണ്. അതൊരു പഴയ രീതിയിലായിട്ട് എടുത്തിരുന്നെങ്കിൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ലായിരുന്നു. അതേപോലെ ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രേതത്തിൻ്റെ ഒരു പടമാണെങ്കിലും പക്ഷേ ട്രെൻഡിങ് പ്രേതമാണ്. ഇപ്പോൾ ട്രെൻഡിങ് പ്രേതമാണ് കംപ്ലീറ്റ് വിജയം എന്ന് പറയുന്നത്. പക്ഷേ പടത്തിൽ നമുക്ക് എടുത്ത് പറയാനാണ് നമ്മൾ പേടിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സൗണ്ട് എഫക്ട്സ് ആണ്. കാരണം പടം പോകുന്നത് സ്ലോവിലാണ് പോകുന്നത്. സ്ലോവിൽ പോവുകയാണെങ്കിലും ഒരു ഗ്ലാസ് വീണ് കഴിഞ്ഞാലും അതിൻ്റെതായ സൗണ്ട് എഫക്ട്സ് അതൊരു വേറെ ലെവൽ ഐറ്റമാണ്. പിന്നെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് കഴിഞ്ഞ് പടം തീരുമ്പോൾ തന്നെ അതിൻ്റെ എൻഡിങ് എഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ പറയുന്ന ഒരു വോയിസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതൊക്കെ തന്നെ അതായത് ഈ പയ്യന്മാരുടെ തല വർക്ക്, ഇപ്പോഴത്തെ യൂത്ത് തലമുറകളിലുള്ള പയ്യന്മാരുടെ തല വർക്ക് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. കാരണം മലയാള സിനിമ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഗ്യാരണ്ടി ക്യാരക്ടർ. പ്രണവിന്റെ പെർഫോമൻസ് അടിപൊളി, രക്ഷയില്ല, സൂപ്പർ.